പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയെന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ ആ യുവതിയുടെ പരാതി നൽകിയ യുവതിയുടെ പേര് പുറത്തു പറഞ്ഞു എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. പീഡന പരാതി നൽകിയ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. എന്തായാലും അപേക്ഷ നൽകിയത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ പരാതി നൽകിയ യുവതിയുടെ പേര് പറഞ്ഞുവെന്ന പേരിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ അടക്കം സന്ദീപ് വാര്യർ മറ്റ് 2 പേരെയും ഈ പ്രതിപ്പട്ടികയിലുള്ളത്. എന്തായാലും 4ാം പ്രതിയാണ്. ഈ വിഷയത്തിൽ 4ാം പ്രതിയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.